ഒരു കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തു വെച്ചിട്ടുള്ള ഏതൊരു ഫയലിനെയും നമുക്ക് പിന്നീട് തിരുത്തേണ്ടി വരാവുന്നതാണ്. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന വെബ് പേജുകളെയും അതുപോലെ തന്നെ തിരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വെബ് പേജ് ട്യൂട്ടോറിയൽ ഫയൽസ് എന്ന ഫോൾഡർ ശ്രദ്ധിക്കുക. ഇതിൽ 2 വെബ് പേജുകൾ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. inline.html എന്ന പേരിലും lastinbook.html എന്ന പേരിലും. ഇവിടെ കാണുന്നത് ഒരു ഇൻലൈൻ HTML ഫയലാണ്. അതായത് ഇവിടെ CSS ഉപയോഗിച്ചിട്ടുള്ളത് ഇൻലൈൻ ആയിട്ടാണ്. അതുപോലെ ഇവിടെ കാണുന്നത് ICT പാഠപുസ്തകത്തിലെ അവസാനത്തെ ഉദാഹരണമാണ്. ഇവയെ എങ്ങനെ എഡിറ്റ് ചെയ്യാം? ആദ്യമായിട്ട് ഇത് രണ്ടും ഒന്ന് തുറന്നു നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇൻലൈൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വെബ് പേജ് തുറന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് കോഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. വെബ് പേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ പേജ് സോഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കോഡുകൾ ദൃശ്യമാകുന്നതാണ്. ഇവിടെ CSS ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. CSSന്റെ സ്റ്റൈലുകൾ H1 എന്നുള്ള HTML ടാഗിന്റെ ഉള്ളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻലൈൻ CSS എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റൈൽ എന്നതിന് ശേഷം സമചിഹ്നത്തിന് ശേഷം ഇൻവെർട്ടഡ് കോമയിൽ അവയുടെ സവിശേഷതകൾ ടൈപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു. ഇവയെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതില്ല. ഒരു ഏകദേശ ധാരണ വന്നാൽ മാത്രം മതി. അതുപോലെ നമുക്ക് രണ്ടാമത്തെ വെബ് പേജിനെയും തുറന്നു നോക്കാം. ലാസ്റ്റിൻബുക്ക് എന്നുള്ള വെബ് പേജിനെ തുറന്നു നോക്കുന്നു. ഇതിന്റെയും പേജ് സോഴ്സ് നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. വ്യൂ പേജ് സോഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. 2 വെബ് പേജുകളുടെയും പേജ് സോഴ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇവയെ എഡിറ്റ് ചെയ്യണമെങ്കിൽ പേജ് സോഴ്സിൽ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇവയെ എഡിറ്റ് ചെയ്യുന്നത്? എഡിറ്റ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്തു വെച്ച ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് gedit എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പേജ് എഡിറ്റ് ചെയ്യാൻ പാകത്തിന് തുറന്നു വന്നിട്ടുണ്ട്. ഈ വെബ് പേജിനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പേജിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൽ ഉള്ളതെന്ന് ഒരു ഏകദേശ ധാരണ വരുത്താം. ഇവിടെ ശ്രദ്ധിക്കുക, ബോഡി എന്ന എലമെന്റിന് CSS ഉപയോഗിച്ചിട്ട് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മുൻപ് കണ്ട വെബ് പേജ് പരിശോധിക്കുക. ഇതിന്റെ ഈ ഭാഗത്ത് ബോഡിയിൽ ഒരു നിറം കൊടുക്കണം, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അതിനെന്ത് ചെയ്യുന്നുവെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ CSS കോഡുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ അടുത്ത സവിശേഷത കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറിനുള്ള സവിശേഷത ചേർത്ത് കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട്, അതിനുശേഷം കോളൻ ചിഹ്നം കൊടുക്കുന്നു. പിന്നെ അതിന്റെ ഒരു നിറം കൊടുക്കുന്നു. യെല്ലോ എന്ന് കൊടുത്തു. ഫയൽ സേവ് ചെയ്യുന്നു. നമുക്കിനി പേജ് റീലോഡ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത പശ്ചാത്തല നിറം പേജിൽ ദൃശ്യമായിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ കാണുന്ന വെബ് പേജിനെയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പേജ് സോഴ്സ് നമ്മൾ കണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. വ്യൂ പേജ് സോഴ്സ് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിനുപയോഗിച്ചിട്ടുള്ള കോഡുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യണമെങ്കിൽ പേജ് സോഴ്സ് മതിയാവുകയില്ല. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇൻലൈൻ HTML എന്നതാണ് എഡിറ്റ് ചെയ്യേണ്ടത്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് gedit എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.
ഇതിന്റെ ഹെഡിങ്ങിന് താഴെ ഇവിടെ വീഡിയോ ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് വീഡിയോ എന്ന് ടൈപ്പ് ചെയ്തു. അതിന് താഴെ ഓഡിയോ ചേർത്ത് കൊടുക്കണം. ഓഡിയോ എന്ന് ടൈപ്പ് ചെയ്തു. അതിന്റെ താഴെ ഇമേജ് ചേർക്കണം. ഇമേജ് എന്ന് ടൈപ്പ് ചെയ്തു. വീഡിയോയ്ക്ക് ശേഷം BR എന്ന് ചേർക്കുന്നു. ഓഡിയോയ്ക്ക് ശേഷം ഇവിടെയും BR എന്ന് ചേർക്കുന്നു. പേജ് ബ്രേക്ക് അഥവാ BR എന്ന് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഫയൽ സേവ് ചെയ്യുന്നു. വെബ് പേജ് റീലോഡ് ചെയ്ത് നോക്കുന്നു. നമ്മൾ എഡിറ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ദൃശ്യമാകുന്നുണ്ട്. ഇനി ഇതിന് താഴെയായിട്ട് വീഡിയോ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഓഡിയോ എന്നതിന് താഴെ ഓഡിയോ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഒരു ഇമേജും ചേർത്ത് കൊടുക്കണം. അത് അടുത്ത ഭാഗത്തിൽ വിവരിക്കുന്നതാണ്.